PM ശ്രീ NCERT വിഷയങ്ങളിൽ എതിർപ്പ് നേരിട്ട് കേന്ദ്രത്തെ അറിയിക്കാൻ കേരളം. നാളെ നടക്കുന്ന NCERT ജനറൽ കൗൺസിലിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ടും എതിർപ്പ് അറിയിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാഠപുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങളും പേരും ഹിന്ദിയിലാക്കുന്നത് ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നാളെ NCERTയുടെ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്ര സത്യങ്ങളെ വെട്ടിമാറ്റിയതും യാതൊരു ആലോചനയുമില്ലാതെ പാഠപുസ്തകങ്ങൾ പുനർക്രമീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള കേരളത്തിൻ്റെ എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കും. പല പാഠപുസ്തകങ്ങളുടെയും പ്രധാനപ്പെട്ട അധ്യായങ്ങളും ആ അധ്യായങ്ങളിലുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപേക്ഷിച്ച് അതെല്ലാം ഹിന്ദിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതെല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തിന് എതിരാണ്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ വിഷയത്തിൽ തമിഴ്നാട് നാളുകളായി വലിയ പോരിലാണ്. ഇവിടെ കേരളത്തിലാണെങ്കിലും മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയടക്കം ഇക്കാര്യത്തിൽ എതിർപ്പ് പരസ്യ പ്രസ്താവനകളിലൂടെ പറഞ്ഞാണ്. ഇനി ഒരു യോഗത്തിൽ ഇത് ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഗോകുൽ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിലെത്തിയത്. ആ വേളയിലാണ് ഈ വിഷയങ്ങൾ സംബന്ധിച്ച്, അതായത് നാളെ NCERTയുടെ ജനറൽ കൗൺസിൽ യോഗം, അത് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ എതിർപ്പ് അറിയിക്കുമെന്നൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ചരിത്ര സത്യങ്ങളെ വെട്ടിമാറ്റിയതിലും പാഠപുസ്തകങ്ങൾ പുനഃക്രമീകരിക്കുന്നതിലും കേരളത്തിന് എതിർപ്പുണ്ട്. ഇതിൽ കൃത്യമായ കൂടിയാലോചനകളൊന്നുമില്ലാതെയാണ് ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നതും വിദ്യാഭ്യാസ മന്ത്രി ആരോപിക്കുകയുണ്ടായി. പാഠപുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങളും പേരും ഹിന്ദിയിലാക്കുന്നു. ഇതെല്ലാം ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ PM ശ്രീ ഒപ്പിട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു. SSA ഫണ്ട് നൽകുന്നില്ല. അങ്ങനെ 1500 കോടി ആകെ നഷ്ടപ്പെടുന്നു എന്നൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി ഉണ്ട് എന്നതും വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലായിരിക്കും കേരളം എതിർപ്പറിയിക്കുക. അത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഉള്ള എതിർപ്പ് കേരളം അറിയിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.